ജീവിതത്തിൽ പഠിക്കാൻ ഏറ്റവും നല്ല കാര്യം വിട്ടുവീഴ്ച ചെയ്യുന്നൊരു ശീലമാണ്. കാരണം മനോഹരമായ ഒരു ബന്ധം താർക്കുന്നതിനേക്കാൾ അല്പം വളയുന്നതാണ് അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ വലിയ പരിശ്രമമാണ് വേണ്ടി വരുന്നത്. അത് ഇന്നും ഒന്നിനും തുടങ്ങിയൊന്നുമല്ല. അത് കുടുംബ ബന്ധങ്ങളിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലായാലും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങളിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആർക്ക് എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റത്തില്ല. മനുഷ്യനുള്ള അഹങ്കാരവും അഹംഭാവവും അവൻ്റെ സ്വഭാവത്തിൽ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മുൾച്ചെടികളെ നട്ടു വളർത്തും. പല ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾക്ക് കാരണം മനുഷ്യരിലെ ഇത്തരത്തിലുള്ള സ്വഭാവമാണ്. അതുമാത്രമല്ല, പല മനുഷ്യരും നിഷ്കളങ്കരായി പുറമെ ഭാവിച്ചാലും അവരുടെ ഉള്ളിലെ അസൂയയും കുശുമ്പും പരദോഷനായി പുറത്തു വരുമ്പോൾ മിക്ക ബന്ധങ്ങളിലും വിള്ളലുകൾ സ്വാഭാവികമാവും. ഇത് രാജ്യങ്ങളുടെ കാര്യത്തിലായാലും ഒരു രാജ്യം മറ്റു രാജ്യത്തേക്കാൾ പുരോഗതി പ്രാപിക്കുമ്പോൾ അവർക്ക് അസൂയുണ്ടാകും, കുശുമ്പുണ്ടാകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഷത്തുനിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായപ്പോലും മറ്റുള്ളവരുടെ ഭാഗത്ത് ജന്മനാ ഉള്ള സ്വഭാവ വൈകൃതങ്ങൾ എപ്പോഴും അവർ മറ്റുള്ളവർക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ആളുകളെയൊക്കെ കഴിയുന്നതൊക്കെ അകറ്റി നിർത്തുന്നതാണ് എല്ലാം കൊണ്ടും നല്ലതെന്ന് ദുരനുഭവങ്ങൾക്ക് വിധേയരായവർ പറഞ്ഞു കേൾക്കാറുണ്ട്. അതേസമയം നല്ല ബന്ധങ്ങൾക്ക് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഇരു കൂട്ടരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ശീലമാക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്താൽ ആ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇന്നത്തെ കാലത്ത് എല്ലാ ബന്ധങ്ങളും എല്ലാ സൗഹൃദങ്ങളും മനോഹരമൊന്നുമല്ല, മനോഹരമാകണമെന്നുമില്ല. തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും വിട്ടുകൊടുക്കലിൻ്റെയും വെള്ളവും വളവും നൽകി നമുക്ക് പരിപോഷിപ്പിക്കാം. നല്ല സൗഹൃദങ്ങൾ പന പോലെ തഴച്ചു വളരട്ടെ. ശുഭദിനം.